ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമുക്കിന്ന് ഈ റോസ് ബ്ലാങ്കറ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയാലോ. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. മാറ്റായിട്ടോ കോസ്റ്ററായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ. ഈ വീഡിയോ തികച്ചും ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ക്രോഷേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പഠിച്ചു തുടങ്ങുന്നവർക്ക് വരെ ചെയ്തെടുക്കാവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വൈറ്റ് കളറിലെ യാണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മളിത് തുടങ്ങുന്നത് മാജിക് റിങ് ചെയ്താണ്. മാജിക് റിങ് മേക്ക് ചെയ്യുന്നതാണ് ഈ കാണിച്ചു തരുന്നത്. ആദ്യം ഈ 2 ഫിംഗേഴ്സിന് ചുറ്റും ഇതുപോലൊന്ന് ക്രോസ് ചെയ്തെടുക്കണം, ഒരു എക്സ് ഷേപ്പിൽ. ഇനി നമ്മുടെ ഹുക്ക് എടുത്ത് ആദ്യം പാസ് ചെയ്ത ആ യാണിൽ കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് പാസ് ചെയ്ത യാണിനെ പുള്ളി ചെയ്ത് പുറത്തോട്ടെടുക്കണം. അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചോ. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഫിംഗേഴ്സ് പുറത്തോട്ടെടുക്കാവേ. ഇനി നമ്മുടെ ആ വർക്കിംഗ് യാണില്ലേ, അതിന് നമുക്കൊന്ന് ഇൻഡെക്സ് ഫിംഗർ കൂടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണേ. ഇതിങ്ങനെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചോണം. ഇനി നമുക്കിവിടെ ഒരു ചെയിൻ മേക്ക് ചെയ്ത് കൊടുക്കാം. ചെയിൻ മേക്ക് ചെയ്യുന്നത് ഹുക്ക് നമ്മുടെ വർക്കിംഗ് യാണിൻ്റെ പുറത്ത് വെച്ച്, അതായത് യാൺ ഓവർ എന്ന് പറയും. ഇനി നമുക്ക് ആ യാണിനെ ഈ ലൂപ്പിൽ കൂടെ പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചെയിൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ചെയിനും കൂടെ മേക്ക് ചെയ്തെടുക്കാവേ. സെക്കൻഡ് ചെയിൻ മേക്ക് ചെയ്തു, ഇനി തേർഡ് ചെയിൻ. അങ്ങനെ 3 ചെയിൻ നമ്മൾ ആദ്യം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 12 ഡബിൾ ക്രോഷയാണ് നമുക്ക് ഈ സർക്കിളിൽ കൂടെ ചെയ്യേണ്ടത്. അതിന് ഫസ്റ്റ് ഒന്ന് യാൺ ഓവർ ചെയ്യണം. ഇനി നമുക്ക് സർക്കിളിൽ കൂടെ ഹുക്ക് പാസ് ചെയ്യിപ്പിച്ച് വർക്കിംഗ് യാണിനെ പുൾ ചെയ്തെടുക്കണം. സർക്കിളിൽ കൂടെ ഹുക്ക് പാസ് ചെയ്യിപ്പിച്ച് വർക്കിംഗ് യാണിനെ പുൾ ചെയ്ത് സർക്കിളിൻ്റെ പുറത്തോട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. അതിനകത്ത് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ വർക്കിംഗ് യാണിനെ പുൾ ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ 2 ലൂപ്പായില്ലേ. ഇനി വീണ്ടും ഈ 2 ലൂപ്പിൽ കൂടെ വർക്കിംഗ് യാണിനെ പുൾ ചെയ്ത് പുറത്ത് കൊണ്ടുവന്നാൽ നമ്മൾ ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ആവും. അങ്ങനെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് വൺ ചെയ്യാം. ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്യണം. ഇനി നമ്മുടെ മാജിക് റിങ്ങിൽ കൂടെ ഹുക്ക് പാസ് ചെയ്യിപ്പിച്ച് വർക്കിംഗ് യാണിനെ പുൾ ചെയ്ത് മാജിക് റിങ്ങിനെ പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ 3 ലൂപ്പ് കിട്ടും ഹുക്കിൽ. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ ഈ വർക്കിംഗ് യാണിനെ പുൾ ചെയ്ത് പുറത്ത് കൊണ്ടുവരണം. ഇനി ഈ 2 ലൂപ്പിൽ കൂടെയും കൂടെ പുൾ ചെയ്ത് പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ സെക്കൻഡ് ഡബിൾ ക്രോഷയാണ് ഇപ്പോൾ ചെയ്തത്. ഇതുപോലെ 12 ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ബാലൻസ് 10 എണ്ണം കൂടെ ചെയ്യാം. ഈ സമയത്ത് ആ മാജിക് റിങ് ഒത്തിരി വലുതാണെങ്കിൽ നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേർഡ് വണ്ണാണ് ഈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫോർത്ത് വൺ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് 12 എണ്ണം ചെയ്തെടുക്കാം ഇതിനകത്തെ. അങ്ങനെ 12 ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ടോട്ടൽ 12 എണ്ണം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യണം. സ്ലിപ്പ് നോട്ട് ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്യാവേ. ആദ്യം നമ്മളൊരു ചെയിൻ ചെയ്തില്ലേ, ഒരു 3 ചെയിൻ. ആ ചെയിൻ ചെയ്തതിൻ്റെ മേളത്തെ ആ വി ഷേപ്പിലുള്ള ആ ലൂപ്പില്ലേ, ആ ലൂപ്പിൽ കൂടെ ഹുക്ക് പാസ് ചെയ്ത് വർക്കിംഗ് യാണിനെ പുൾ ചെയ്ത് പുറത്തെടുത്തിട്ട് അത് തന്നെ സെയിം തന്നെ ഈ ലാസ്റ്റിലത്തെ ഇതും കൂടെ പുൾ ചെയ്ത് പുറത്തോട്ടെടുക്കാം. അങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ മാജിക് റിങ് ഒന്നുകൂടെ ടൈറ്റാക്കി കൊടുക്കാം. ഒത്തിരി ടൈറ്റാക്കി കൊടുക്കണ്ട, ലൈറ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആയാലും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് റൗണ്ടേ
സെയിം അതുപോലെ തന്നെ ഒരു 3 ചെയിൻ ചെയ്തെടുക്കാം. ഇനി ഡബിൾ ക്രോഷേ ഇൻക്രിമെൻ്റ് ആണ് ചെയ്യേണ്ടത്. ഓരോ ലൂപ്പിലും 2 ഡബിൾ ക്രോഷേ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയിൻ ചെയ്തതില്ലേ, ആ സെയിം ലൂപ്പിൽ തന്നെ 2 എണ്ണം നമുക്ക് ആദ്യം ചെയ്തെടുക്കാം. ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്, യാൺ ഓവർ ചെയ്യണം. ഇനി നമ്മുടെ ചെയിൻ ചെയ്ത സെയിം ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാണിനെ പുള്ള് ചെയ്ത് പുറത്തോട്ട് എടുക്കാം. ഇനി ഫസ്റ്റ് 2 ലൂപ്പിലോട്ട് പുള്ള് ചെയ്ത് പുറത്തെടുക്കാം. ഇനി അടുത്ത 2 ലൂപ്പിൽ കൂടെ വർക്കിംഗ് യാണിനെ പുള്ള് ചെയ്ത് പുറത്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ആയി. ആ സെയിം ലൂപ്പിൽ തന്നെ രണ്ടാമത്തേം ചെയ്തെടുക്കാം. രണ്ടെണ്ണം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഒരു ചെയിൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് ലൂപ്പിലും ഇതുപോലെ 2 ഡബിൾ ക്രോഷേ ചെയ്യണം. അതിനാണ് ഡബിൾ ക്രോഷേ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഒരെണ്ണവും കൂടെ. ഇത് സെയിം റിപ്പീറ്റ് അടിച്ച് എല്ലാ ലൂപ്പിലും ചെയ്യണേ. ഇൻക്രിമെൻ്റ് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്യണം. ഇനി അടുത്ത ഇൻക്രിമെൻ്റ് ചെയ്യാം. ഇൻക്രിമെൻ്റ് ഒരു ചെയിൻ, ഇൻക്രിമെൻ്റ് ഒരു ചെയിൻ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ റിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് നമുക്ക് ഒരു ചെയിനും കൂടെ ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാവേ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും ആ 3 ചെയിൻ ചെയ്തിട്ടാണ്. മൂന്ന് ചെയിൻ ചെയ്തു. ഇനി നമുക്ക് ഒരു ഡബിൾ ക്രോഷേ ആ ചെയിൻ ചെയ്ത സെയിം ലൂപ്പിൽ കൂടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. നെക്സ്റ്റ് ലൂപ്പിൽ ഡബിൾ ക്രോഷേ ഇൻക്രിമെൻ്റ് ചെയ്യണം. ഫസ്റ്റിലത്തെ ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത നെക്സ്റ്റ് ലൂപ്പിൽ ഡബിൾ ക്രോഷേ ഇൻക്രിമെൻ്റ് ആണ്. അതായത് 2 ഡബിൾ ക്രോഷേ സെയിം ലൂപ്പിൽ തന്നെ. അങ്ങനെ ടോട്ടൽ 3 എണ്ണം കിട്ടുവേ. ഈ 3 എണ്ണം കഴിയുമ്പം ഒരു ചെയിൻ ചെയ്യണം. 3 ഡബിൾ ക്രോഷേ ഒരു ചെയിൻ. ഇനി വീണ്ടും സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. ഫസ്റ്റ് ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. അടുത്ത ലൂപ്പിൽ ഇൻക്രിമെൻ്റ് ചെയ്യണം. അതിനുശേഷം ഒരു ചെയിൻ ചെയ്യണം. സെയിം ഈ സെറ്റ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ തേർഡ് റൗണ്ടും കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ഒരു ചെയിൻ ചെയ്ത് സ്ലിപ്പ് നോട്ട് ഇടാം. ഇനി നെക്സ്റ്റ് റൗണ്ട് വീണ്ടും 3 ചെയിൻ ചെയ്യാം. ആ ചെയിൻ ചെയ്ത സെയിം ലൂപ്പിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് ലൂപ്പിലും ഒരു ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. അടുത്ത ലൂപ്പിൽ ഇൻക്രിമെൻ്റ് ആണ് ചെയ്യേണ്ടത്. അതായത് 2 ഡബിൾ ക്രോഷേ ഒരേ സെയിം ലൂപ്പിൽ. അങ്ങനെ ടോട്ടൽ 4 ഡബിൾ ക്രോഷേ ആണ് ചെയ്തെടുക്കേണ്ടത്.
ഇനി നമുക്ക് ഒരു ചെയിൻ ചെയ്യാം. 4 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെയിൻ ചെയ്യാം. ഈ സെയിം സെറ്റ് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകാം. ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷേ, സെക്കൻഡ് വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, അടുത്ത ലൂപ്പിൽ ഡബിൾ ക്രോഷേ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു ചെയിൻ ചെയ്യണം. ഈ ഒരു സെറ്റ് റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യുമ്പം ലാസ്റ്റ് ഒരു ചെയിൻ ചെയ്തിട്ട് സ്ലിപ്പ് നോട്ട് ഇടാം. അങ്ങനെ നമ്മളിപ്പോൾ 4 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് സെയിം 3 ചെയിൻ ചെയ്യണം ആദ്യം. ഇനി ആ ചെയിൻ ചെയ്ത സെയിം ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ. ഈ റൗണ്ടിൽ 3 സിംഗിൾ ഡബിൾ ക്രോഷയും ഒരു ഇൻക്രിമെൻറ്റുമാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡബിൾ ക്രോഷേ, അടുത്ത ലൂപ്പിൽ രണ്ടാമത്തെ ഡബിൾ ക്രോഷേ, അടുത്തതിനകത്ത് തേർഡുമാണ്. നാലാമത്തെ ലൂപ്പിൽ നമ്മൾ ഇൻക്രിമെൻ്റാണ് ചെയ്യുന്നത്. അതായത് 2 ഡബിൾ ക്രോഷേ. ഫൈനൽ ഒരു 5 ഡബിൾ ക്രോഷേ ആയിരിക്കും ഒരു സെറ്റിൽ കാണുന്നത്. അങ്ങനെ 5 ഡബിൾ ക്രോഷേ കഴിയുമ്പം ഒരു ചെയിൻ ചെയ്യണം. വീണ്ടും ഈ സെറ്റ് റിപ്പീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷേ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഇനി ഇൻക്രിമെൻറ്റ്. ഇനി ഒരു ചെയിൻ. ഈ ഒരു സെറ്റ് റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് വരെ എത്തണം. അതായത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമുക്കൊരു ചെയിനും കൂടെ ചെയ്ത് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാം. അങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ റൗണ്ട് വരെ ചെയ്യുന്നുള്ളൂ. ഇതിനി നിങ്ങൾക്ക് റൗണ്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാറ്റേൺ ഞാനിപ്പോൾ സൈഡിൽ പറയാം. സിമ്പിളാണ് കേട്ടോ. എല്ലാ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ചെയിൻ ചെയ്തിട്ടാണ്. ഈ നെക്സ്റ്റ് റൗണ്ട് ചെയ്യണമെങ്കിൽ 4 സിംഗിൾ ഡബിൾ ക്രോഷേ ചെയ്യണം. അത് കഴിഞ്ഞ് വരുന്നതിനകത്ത് ഒരു ഇൻക്രിമെൻറ്റ് ചെയ്യണം, പിന്നെ ഒരു ചെയിൻ ചെയ്യണം, പിന്നെ വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. അടുത്ത റൗണ്ട് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ചെയിൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് 5 ഡബിൾ ക്രോഷേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം, പിന്നെ ഒരു ചെയിൻ ചെയ്യണം. ഇപ്പോൾ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ലേ? ഇതുപോലെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിതിപ്പം കട്ട് ചെയ്യാണ്. നമുക്ക് ഈ സ്റ്റിച്ചസ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ആ മാജിക് റിംഗ് ശരിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ. ഇത് നിങ്ങൾക്ക് സൈഡിലോട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഹൈഡ് ചെയ്യാവുന്നതാണ്.
ഞാനിതിപ്പോൾ സെൻറ്ററിലോട്ട് കൊണ്ടുപോവാണ്. എൻ്റെ ഈ സർക്കിൾ ചെറുതായതാണ് തന്നെ ഞാനിതിപ്പോൾ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ആ മാജിക് റിങ്ങിൻ്റെ ആ ടൈലുണ്ടില്ലേ അതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് ടൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ട് സൈഡിലോട്ട് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകുന്നതാണ്. മാക്സിമം അടുത്തടുത്തുള്ള സ്റ്റിച്ചസിൽ കൂടെ ഇത് ഇൻസേർട്ട് ചെയ്തെടുക്കണേ, അപ്പോൾ ഇത് കാണത്തില്ല. ഇനി ഇവിടെ ഞാൻ ടൈ ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കളയും. ഇനി നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് ഗ്രീൻ കളറിലെ yarn വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗ്രീൻ കളറിലെ yarn വെച്ച് നമുക്ക് ഇതിനകത്ത് ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ yarnനകത്ത് ഒരു ലോക്ക് ചെയ്തെടുക്കാവേ. ലോക്ക് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് നോട്ട് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഇത് ടൈറ്റ് ചെയ്യാതെ ആ ലൂപ്പ് അതുപോലെ തന്നെ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ചെറിയൊരു ലൂപ്പ് നമ്മുടെ ഹുക്ക് പാസ് ചെയ്യാനുള്ള റൗണ്ട് മതിയേ. ഇനി നമ്മൾ ആദ്യം ചെയ്തെടുത്ത റൗണ്ടിൽ കൂടെ ഈ ഹുക്ക് ഇങ്ങനെ പാസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രീൻ കളറിലെ yarnനെ പുള്ള് ചെയ്ത് ഇതുപോലെ പുറത്തോട്ട് എടുക്കാവേ. ആ ലൂപ്പ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പുള്ള് ചെയ്തെടുക്കണം. ഇനി ഇവിടെ ഒരു ചെയിൻ ചെയ്യാം. ഇനി അതിൽ വീണ്ടും ഒരു 3 ചെയിൻ ചെയ്തെടുക്കണം. ഇനി 2 ലൂപ്പ് സ്കിപ്പ് ചെയ്യണം. ആ വൈറ്റ് കളറിൽ 2 ലൂപ്പ് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ലൂപ്പിലാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുന്നത്. ഇതേ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. 3 ചെയിൻ ചെയ്യണം. ആ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിനകത്ത് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യണം. ഇത് ഫുള്ളായിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകാം. നെക്സ്റ്റ് റൗണ്ട് ആ 3 ചെയിൻ ചെയ്തില്ലേ, ഈ ഓരോ ഗ്യാപ്പിലാണ് അടുത്ത റൗണ്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് അതിനകത്തൊരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി ഹാഫ് ഡബിൾ ക്രോഷേ. ഇത് ചെയ്യുന്നത് ഒന്ന് yarn ഓവർ ചെയ്ത് ഇതുപോലെ yarnനെ പുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിൽ കൂടെയും yarnനെ പുള്ള് ചെയ്ത് പുറത്തോട്ടെടുക്കണം. ഇനി 2 ചെയിൻ ചെയ്യാം. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ചെയിനില്ലേ, ആ ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ഇനി വീണ്ടും ഒരു ചെയിനും കൂടെ ചെയ്യാം. ഇനി വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി ഒരു സിംഗിൾ ക്രോഷേയും കൂടെ ചെയ്യാം. ഇത്രയുമാണ് ആ 3 ചെയിൻ ചെയ്ത ഓരോ ഗ്യാപ്പിലും ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു, 2 ചെയിൻ ചെയ്തു, ആ ഫസ്റ്റ് ചെയിനിൽ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടു, പിന്നെ വീണ്ടും ഒരു ചെയിൻ ചെയ്തു, ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു, പിന്നെ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നെക്സ്റ്റ് ഗ്യാപ്പിൽ ഇതേ സെയിം സ്റ്റിച്ചസ് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി 2 ചെയിൻ ചെയ്തെടുക്കാം. ഇനി ആ ഫസ്റ്റ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ഇനി വീണ്ടും ഒരു ചെയിൻ ചെയ്യാം. അതിനുശേഷം
ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ. വീണ്ടും ഈ സെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. ഈ റൗണ്ടും കൂടെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കൊരു ചെയിൻ ചെയ്യാവേ. ഇനി നമുക്ക് ഈ യാണൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചെയിൻ ചെയ്യുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ആ ടെയിലിൻ്റെ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് മാറ്റാം. ഇനി നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുകയാണ്. ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് ഞാൻ ദേ ഈ കളറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇത് അതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലവേഴ്സ്. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ റൗണ്ടില്ലേ, ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു സിംഗിൾ ക്രോഷയിലും എൻഡ് ചെയ്ത ഒരു സിംഗിൾ ക്രോഷയിലുമാണ്. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തതും ഒരു സിംഗിൾ ക്രോഷേ, എൻഡ് ചെയ്തത് സിംഗിൾ ക്രോഷയിലാണ്. ഈ രണ്ട് സിംഗിൾ ക്രോഷയുടെ ഇടയിലായിട്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആ ഗ്യാപ്പിലോട്ടാണ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കൊരു 15 ചെയിൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ ഫ്ലവർ വേണോ അതിനനുസരിച്ച് ചെയിൻ ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ 15 ചെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യണം. ഒരൊറ്റ ലൂപ്പിനകത്ത് 3 ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 എണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അടുത്തതിനകത്ത് 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി സെക്കൻഡ് വൺ ചെയ്യാം. ഇനി ഒരെണ്ണം കൂടെ ചെയ്യണേ. ഇനി ബാക്കി എല്ലാ ലൂപ്പിലും ഇതുപോലെ 3 ഡബിൾ ക്രോഷേ വെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 3 എണ്ണം ചെയ്തു. ഇനി അടുത്ത ലൂപ്പിൽ ഇതുപോലെ തന്നെ 3 എണ്ണം ചെയ്തെടുക്കണം. അങ്ങനെ ബാക്കി എല്ലാ ലൂപ്പിലും നമുക്ക് 3 എണ്ണം വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് സെക്കൻഡ് വൺ ആണ് ചെയ്യുന്നത്. ഇനി തേർഡ് വൺ ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ യാൺ കട്ട് ചെയ്ത് മാറ്റാം. ഒരു ചെയിൻ ചെയ്തിട്ടാണ് ഞാൻ മിക്കവാറും യാൺ കട്ട് ചെയ്യാറുള്ളത്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഇതിനെ ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് മാറ്റണം. അതേ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്കൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ആ ഷേപ്പ് മാറാതെ തന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഇതിനെ. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ആ ടെയിലൻ്റ് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് ഇൻസേർട്ട് ചെയ്തെടുക്കാം ഒരു സൈഡിൽ കൂടെ. ആ ഷേപ്പ് മാറാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടുത്ത സൈഡിൽ കൂടി ഇതിനെ പുറത്തോട്ടെടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ടെയിലൻ്റില്ലേ, അത് രണ്ടും കൂടി ഇത് ടൈ ചെയ്ത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ടൈറ്റായിട്ടിരുന്നോളും.
ഇതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലവേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അത് എന്നിട്ട് ഇതിനകത്തോട്ട് ഗ്ലൂ ചെയ്തൊട്ടിക്കാം. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസാണ്. ഇതിപ്പോൾ ഞാൻ ടൈ ചെയ്യുന്നുണ്ട്. ടൈ ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇനി നെക്സ്റ്റ് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഫ്ലവർ ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഗ്യാപ്പിൽ ചെയ്യുന്നില്ല, അടുത്ത ഗ്യാപ്പിലാണ് ഞാൻ ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ സർക്കിൾ ചെറുതായിട്ട് ചെയ്തേക്കുന്ന കാരണം തന്നെയാണ് കുറച്ച് ഗ്യാപ്പിട്ട് ഫ്ലവർ ചെയ്യുന്നത്. ഇനി എങ്ങാനും ഒത്തിരി ഗ്യാപ്പ് വന്നു തോന്നുവാണെങ്കിൽ നമുക്ക് ആ ഇടയിലോട്ട് നമുക്ക് ഫ്ലവർ വേറെ ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ, ഈ സ്റ്റെപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. എത്ര വലുപ്പത്തിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഏത് കളറിലെ ഫ്ലവേഴ്സ് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തെടുത്തതും ഇപ്പോൾ ചെയ്തെടുത്തതും ഒരുമിച്ച് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ സംഭവം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ